ഹജ്ജിനെ നമുക്ക് 3 വഴികളിലൂടെ നിർവഹിക്കാവുന്നതാണ്. അതിന് ഒന്നാമത്തതിന് തമത്തു എന്ന് പറയും, തമത്തുഇൻ്റെ ഹജ്ജ്. രണ്ടാമത്തതിന് അൽ ഖിറാൻ എന്ന് പറയും. മൂന്നാമത്തതിന് അൽ ഇഫ്രാദ് എന്നും പറയും. എന്താണ് ഇതിനുള്ള തെളിവ്? നമുക്ക് പരിശോധിക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഞങ്ങൾ നബിയുടെ കൂടെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മൻ അറാദ മിൻകും അൻ യുഹില്ല ബിഹജ്ജിൻ വ ഉംറത്തിൻ ഫൽയഫ്അൽ, നിങ്ങളിൽ ആരെങ്കിലും ഹജ്ജും ഉംറയും നിയ്യത്താക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട്, അഥവാ ആ ഹജ്ജിൻ്റെ കൂടെ തന്നെ ഉംറ, അങ്ങനെ അത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർ ആ നിലക്ക് അവർ തൽബിയത്ത് പറയട്ടെ. അല്ലെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോഴുള്ള ആ ഒരു ഇഹ്ലാൽ അവർ ചെയ്യേണ്ടത് ഈ രൂപത്തിലാണ്. അപ്പോൾ അവരെന്ത് പറയും? ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ വ ഉംറതൻ, അല്ലാഹുവേ ഹജ്ജും ഉംറയും ഞങ്ങളിതാ നിയ്യത്താക്കിയിരിക്കുന്നു, അതിൻ്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ഇപ്രകാരം ഹജ്ജിൻ്റെ കൂടെ തന്നെ, അതിൻ്റെ കർമ്മങ്ങളുടെ കൂടെ തന്നെ ഉംറയും നിയ്യത്താക്കുക, ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ കൂടെ തന്നെ ഉംറയും നിയ്യത്താക്കുക. അതാണ് അൻ യുഹില്ല ബി ഹജ്ജിൻ വ ഉംറത്തിൻ എന്ന് പറയുന്നത്. ഇതിനാണ് ഖിറാൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഖറന എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടിച്ചേർക്കുക എന്നാണ്. അപ്പോൾ ഹജ്ജിൽ തന്നെ ഉംറയും നിയ്യത്താക്കുക. അങ്ങനെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉംറയുടെ കർമ്മങ്ങളും നിയ്യത്താക്കുക. ഈ 2 നിയ്യത്തുകൾ കൂടി ഒരുമിച്ച് വെക്കുന്നതിനാണ് ഖിറാൻ എന്ന് പറയുന്നത്. അവർ അവിടെ ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങൾ ഒരുമിച്ച് നിയ്യത്താക്കിയിരിക്കുന്നു. അങ്ങനെ ചെയ്യേണ്ടവർക്ക് ഫലിയഫ്അൽ, അവർ അങ്ങനെ ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ ഇതാണ് ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉംറയും ഒരുമിച്ച് നിയ്യത്താക്കുക. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ അറാദ അൻ യുഹില്ല ബി ഹജ്ജിൻ ഫൽയുഹില്ല, എന്നാൽ ഹജ്ജ് മാത്രം നിയ്യത്താക്കാൻ ഉദ്ദേശിക്കുന്നവർ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ എന്ന് മാത്രം പറയട്ടെ. അവർ ഉംറയുടെ കർമ്മങ്ങൾ നിയ്യത്താക്കുന്നില്ല ഹജ്ജിൽ, മറിച്ച് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്ന് മാത്രമാണ് നിയ്യത്താക്കുന്നത്, ഹജ്ജ് എന്ന് മാത്രമാണ് നിയ്യത്താക്കുന്നത്. ഇതിനാണ് ഇഫ്രാദ് എന്ന് പറയുന്നത്. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഒറ്റയാക്കുക, ഒന്നാക്കുക, മറ്റൊന്ന് കൂട്ടിച്ചേർക്കാതിരിക്കുക. അപ്പോൾ ഹജ്ജിൻ്റെ നിയ്യത്തിൻ്റെ കൂടെ ഉംറയുടെ നിയ്യത്ത് കൂട്ടിച്ചേർക്കാതെ ഹജ്ജ് മാത്രം നിയ്യത്താക്കുന്നതിനാണ് ഇഫ്രാദ് എന്ന് പറയുന്നത്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ അറാദ അൻ യുഹില്ല ബി ഉംറത്തിൻ ഫൽയുഹില്ല, എന്നാൽ ഉംറ മാത്രം ഉദ്ദേശിക്കുന്നവർ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് പറയട്ടെ. അവിടെ ഉംറ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ ഉംറ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ തഹല്ലുലാകും. തഹല്ലുലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഹ്റാമിൽ പാടില്ലാത്തതൊക്കെ അനുവദനീയമാണ്. പിന്നീട് അവർ ഹജ്ജിൻ്റെ നിയ്യത്ത് വെക്കുന്നത് ദുൽഹജ്ജ് 8-ന്റെ ദിവസം മാത്രമാണ്. ദുൽഹജ്ജ് 8-ന്റെ ദിവസം മാത്രമാണ് അവർ പിന്നീട് ഹജ്ജിൻ്റെ നിയ്യത്ത് വെക്കുന്നത്. അപ്പോൾ മീഖാത്തിൽ വെച്ച് അവർ എന്ത് മാത്രമേ നിയ്യത്താക്കുന്നുള്ളൂ? ഉംറ മാത്രമേ നിയ്യത്താക്കുന്നുള്ളൂ. ഇതിനാണ് തമത്തു എന്ന് പറയുന്നത്. തമത്തു എന്ന് പറഞ്ഞാൽ സുഖമെടുക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഉംറ കഴിഞ്ഞ് തഹല്ലുലായി, പിന്നെ അവർക്ക് എല്ലാം അനുവദനീയമാണ്, ഭാര്യാഭർത്തൃ ബന്ധം പോലും അനുവദനീയമാണ്. പിന്നെ അവർക്ക് ദുൽഹജ്ജ് 8-ന്റെ ദിവസം ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. എന്നാൽ ഖിറാനിൻ്റെ ആളുകളും ഇഫ്രാദിൻ്റെ ആളുകളും അവർ ഇഹ്റാമിൽ തന്നെ തുടരും ദുൽഹജ്ജ് 10 വരെ. അവർ ഒരിക്കലും തഹല്ലുലാവുന്നില്ല. ദുൽഹജ്ജ് 10 വരെ അവർ തഹല്ലുലാവുന്നേ ഇല്ല, അവർ ഇഹ്റാമിൽ തന്നെയാണ്. തമത്തുവിൻ്റെ വ്യത്യാസം, അവർ ഉംറ മാത്രമാണ് നിയ്യത്താക്കിയത്, അതുകൊണ്ട് തന്നെ ഉംറ കഴിഞ്ഞാൽ അവർ തഹല്ലുലായി. പിന്നെ അവർ എവിടെയാണോ മക്കയിൽ താമസിക്കുന്നത് അവിടെ നിന്ന് ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രത്യേകം നിയ്യത്ത് വെച്ച് പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന് തമത്തു എന്ന് പറയുന്നത്. ഖിറാനിൻ്റെയും ഇഫ്രാദിൻ്റെയും ആളുകൾ ഒന്നുകിൽ അവർ ഹജ്ജ് മാത്രം ഉള്ള ഇഫ്രാദിൻ്റെ ആളുകളാണ്, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ കൂടെ ഉംറയും നിയ്യത്താക്കിയവരാണ്. 2 പേരും തഹല്ലുലാവുന്നത് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അവസാനിക്കുമ്പോഴാണ്.